കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഓവുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ചിന്തിക്കാറുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞു, നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തു, ഇനിയിപ്പോൾ ഒരു പീരിയഡ്സ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, ബാക്കിയൊന്നും നമ്മുടെ സൈഡിൽ നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ട് പലരും തന്നെ ചിന്തിക്കാറില്ല. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഡോക്ടേഴ്സിന് നമ്മളൊരു ഫസ്റ്റ് സ്കാനിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമുക്ക് 2 ലൈൻ പോസിറ്റീവ് കിട്ടി, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് കിട്ടി, അതിനുശേഷം നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ പറയാറുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വെയിറ്റ് അധികം എടുത്ത് പൊക്കരുത്, അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും, ചില കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടാറാണ് പതിവ്. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതും. അതിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം മുതൽ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് എന്തായാലും ഇംപ്ലാന്റേഷൻ നടക്കും. 2 ആഴ്ച എന്ന് പറയുന്നത് ഒരു മാക്സിമം ടൈം പീരീഡ് ആണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സമയം ആണ്. ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മൾ ഈ പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആദ്യത്തെ 3 മാസം കുറച്ച് റിസ്കി ആയിട്ടുള്ള മാസം എന്നാണ് എല്ലാവരും പറയാറ്. നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മാസമാണ് ആദ്യത്തെ 3 മാസം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ. ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് എടുത്ത് പൊക്കുന്നതിനെയാണ്. കൂടുതലായിട്ടും ഹെവി ലിഫ്റ്റിംഗ് നടത്തുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹെവി ലിഫ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഹെവി ലിഫ്റ്റിംഗ് എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു കുടത്തിൽ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് പോവുക. കുടത്തിൽ ഉണ്ടാകുന്ന വെള്ളം എന്ന് പറയുമ്പോഴേക്കും മാക്സിമം ചിലപ്പോൾ ഒരു 5 ലിറ്റർ വെള്ളമൊക്കെ ഒരു കുടത്തിൽ കൊള്ളും അല്ലേ. അപ്പോൾ നമ്മൾ ആ കുടം ഒന്ന് പൊക്കി പോകുന്ന ഒരു സമയത്ത് നമുക്കറിയാൻ പറ്റും നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ ലിഫ്റ്റ് ചിലപ്പോൾ പൈപ്പിൽ നിന്ന് നമ്മൾ വെള്ളം നിറച്ചിട്ട്, അല്ലെങ്കിൽ കിണറ്റുകരയിൽ നിന്ന് നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മുടെ വീട് വരെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബാത്റൂം വരെയോ നമ്മൾ പോകുന്ന ആ ഒരു സമയത്ത് ആ ഒരു ക്യാരി ചെയ്യുന്ന ഒബ്ജക്റ്റ് വെയിറ്റ് ഉള്ളൊരു ഒബ്ജക്റ്റാണ്. ആ വെയിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ തവണ നടക്കുന്നത്, അതായത് ആ വെയിറ്റ് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ എളിയിൽ വെച്ചിട്ടോ നമ്മൾ കൂടുതൽ നേരം നടക്കുന്നത്, അതുപോലെ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ നടന്നു പോകുന്നത്, അതുപോലെ അലക്കിയ തുണികളും കൊണ്ട് നമ്മൾ മേപ്പോട്ട് ടെറസിൽ പോയി വിരിക്കാനായിട്ട് പോകുന്നത്, പിന്നെ ഒരു മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ കൂടുതലായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നത്, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച മുതൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കൂടുതലായിട്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും, കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. ഈ യൂട്രസിൽ കോൺട്രാക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെയും നിങ്ങൾക്ക് ആ യൂട്രസ് ഒന്ന് വികസിച്ചിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ യൂട്രസിലെ കോൺട്രാക്ഷൻസ് നമുക്ക് അവിടെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ഷൻസ് നമുക്ക് പീരിയഡ്സിലോട്ട് മാറും. നിങ്ങൾ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിൽ എന്തെല്ലാം കെയറാണോ നിങ്ങളുടെ ശരീരത്തിൽ കൊടുക്കുന്നത്, അതേ കെയർ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച മുതൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കൊടുത്തു തുടങ്ങണം. ഇത് പറയുന്നത് നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീയും അതുപോലെ ഒരുപാട് തവണ ട്രൈ ചെയ്യുന്ന സ്ത്രീയും തമ്മിലുള്ള കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റത്തെ സമയത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്കറിയില്ല എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ, ഹസ്ബൻഡിന് പ്രശ്നങ്ങളുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയില്ല.
പക്ഷേ മുമ്പോട്ട് പോയിട്ട് നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നതും നമുക്ക് കുഞ്ഞുങ്ങൾ ഒട്ടും ഉണ്ടാകാതെ വരുന്നതും ഒക്കെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയോ നമ്മളിൽ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ലിഫ്റ്റിംഗ്, ഹെവി ആയിട്ട് ഒബ്ജക്റ്റ് എടുത്ത് പൊക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ സ്റ്റെയർ കൂടുതൽ കയറി ഇറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ വീശി അങ്ങോട്ട് തുടയ്ക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങളിൽ മിസ്കാരേജ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും. ഈ റെക്കറൻറ്റ് മിസ്കാരേജ് ഉണ്ടാകുന്നവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു ആദ്യത്തെ ആഴ്ച മുതലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് വീഡിയോ. നിങ്ങൾ കൂടുതലായിട്ടും ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എടുത്ത് പൊക്കുന്നുണ്ടെങ്കിൽ, ഹെവി ആയിട്ടുള്ള വസ്തുക്കൾ ഏതെങ്കിലും ആയിക്കോട്ടെ, വെള്ളം കൂടുതലായിട്ട് നിറയ്ക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ എടുത്ത് ഇങ്ങനെ തോളത്ത് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒക്കത്ത് വയ്ക്കുന്നതോ ആയിട്ടുള്ള കാര്യം, അതുപോലെ കൂടുതൽ ഹെവി ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മേപ്പോട്ട് സ്റ്റെയർ കയറി ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ലോസിനൊക്കെ പോകുന്നവർ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവർ വളരെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ എടുത്ത് പൊക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.